കുഞ്ഞിനെ ഇഷ്ടമുള്ള ചെയ്യുന്ന നിന്റെ അടുത്ത് പറഞ്ഞാ നീ ആരോ നിയന്ത്രിക്കാൻ ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിന്. നിങ്ങളിപ്പോൾ കേട്ടത് ഒരു രാക്ഷസിന്റെ വാക്കുകളാണ്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മോളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചിട്ടും അടിച്ചിട്ടും വളർത്തുന്നൊരു ഉമ്മ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, രണ്ടാനമ്മ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എടാ നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലടാ അത്. അവൾക്ക് ആയിക്കോട്ടെ, അവളെ രക്തത്തിലല്ല, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലേ. നിന്റെ കൺമുന്നിന്ന് അടിക്കുമ്പോഴും അല്ലെങ്കിൽ നിന്റെ കൺമുന്നിന്ന് ഇതുപോലെ പീഡിപ്പിക്കുമ്പോഴും നിനക്കൊരു വാക്കാലെങ്കിലും തടഞ്ഞൂടെ? നീയും ആ കുഞ്ഞിനെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ എന്താ പറയുക, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് അവൾ കുറിക്കുന്നുണ്ട്. അവളെ ചെറിയ കഴി കൊണ്ട് അവൾ മിടിക്കുകയാണ് പഠിക്കാനേ. സ്കൂളിൽ അല്ല ക്ലാസ്സിലെ ലീഡർ കൂടിയാണ്. അവൾ എഴുതി കുറിക്കുന്നുണ്ട്. ഞാനിതാ താഴെ കൊടുക്കുക അവളെ വാക്കുകൾ. അവൾ പറയുന്നുണ്ട്, എനിക്ക് ഉമ്മയില്ല കേട്ടോ, എൻ്റെ രണ്ടാനമ്മയാണ്. ഉമ്മച്ചി എന്നെ നിരന്തരമായി അടിക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും ഉമ്മച്ചി എന്നെ നല്ല രീതിയിൽ അടിക്കാറുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് കലമ്പാറുണ്ട് ഒക്കെ ആ കുഞ്ഞ് എഴുതിക്കൂട്ടുക. ഞാനന്ന് സ്കൂളിൽ എൻ്റെ ലഞ്ച് ബോക്സ് വെച്ച് മറന്നുപോയി. എന്നെ ഇഷ്ടം പോലെ എന്നെ വല്ലാതെ രീതിയിൽ അടിച്ചിട്ടുണ്ട്. എന്നെ മുഖത്ത് തന്നെയാണ് അടിക്കാറ്. ഞാനും അനിയനും കളിക്കുമ്പോൾ പോലും എന്നെ മാത്രം ഉമ്മച്ചി അടിക്കും. നമ്മൾ ഈ അടുത്തായി പുതിയ വീട്ടിലേക്ക് മാറി. ആ വീട്ടിലെ ബാത്റൂമിൽ പോകാൻ എനിക്ക് അവകാശമില്ല, അവിടുത്തെ ഫ്രിഡ്ജ് തുറക്കാൻ എനിക്ക് അവകാശമില്ല, എനിക്ക് അവിടുത്തെ എന്തും ഒന്ന് എടുത്ത് കഴിക്കാൻ പോലും ഉമ്മച്ചീൻ്റെ സമ്മതമില്ലാതെ അനുവാദമില്ലെന്ന ആ കുഞ്ഞു മനസ്സ് എഴുതുന്നത് എത്രമാത്രം തകർന്നായിരിക്കും ആ കുഞ്ഞു മനസ്സ് ആ എഴുതി കൂട്ടിയിട്ടുണ്ടാകുക. എത്രത്തോളം മാനസിക പ്രശ്നത്തിലായിരിക്കും ആ കുഞ്ഞുള്ളത്, എത്രത്തോളം ശാരീരികമായിട്ട് അത് അനുഭവിച്ചിട്ടുണ്ടാവും. നിന്നോട് പറയാനുള്ളത്, നീ ഒരു തന്തയാണോടാ? നീ ജനിപ്പിച്ച കുഞ്ഞ് നിൻ്റെ കൺമുന്നിൽ ഇത്രയും ദ്രോഹിക്കുമ്പോൾ നിനക്കെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുന്നത്? നീ കുറിച്ചു വെച്ചോ, ഈ ഒരു രാക്ഷസി നിന്നെയും ഇതുപോലൊരു ദിവസം അടിച്ചിറക്കുന്ന, ഇതുപോലെ നിന്നെയും ചെയ്യുന്ന ഒരു ദിനം വരാതെ ഒന്നും ഇരിക്കില്ല. അവൾക്ക് ഈ കുഞ്ഞ് എന്താ പറയുക, 4 വയസ്സിൽ പഠിക്കുന്ന ഒരു 8 വയസ്സുള്ള കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുവാണെങ്കിൽ നാളെ നിന്നോടും നിൻ്റെ വീട്ടുകാരോടൊക്കെ അവൾ ഇത് ചെയ്യുമെന്നുള്ളത് നീ കുറിച്ചു വെച്ചോ. എന്താ പറയുക, ബാലാവകാശ കമ്മീഷനിലും വലിയ കേസ് തന്നെ എടുത്ത് ഉള്ളിലാക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം.